ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് പിന്നെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗിവ് അവയുടെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഗിവ് അവയുടെ റിസൾട്ട് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു ബൊഗൈൻവില്ലയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ആയിട്ടായിരിക്കണം നമ്മുടെ ഗിവ് അവയുടെ റിസൾട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറായിട്ടുള്ള കുറച്ച് കോംബോസും അതുപോലെ തന്നെ നമ്മളുടെ പുതിയൊരു ഗിവ് അവേയും കൂടിയിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നല്ല വില കൂടിയ കുറേ ചെടികളുടെ സീഡ്ലിംഗ് പ്ലാന്റുകളാണ്. ഇഗ്ലോണിമാസ് അല്ല, അതൊന്നും മനസ്സിലാക്കാം കേട്ടോ. ഇഗ്ലോണിമ പ്ലാന്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫിലോഡെൻഡ്രോൺസ്, അലോക്കേഷ്യ, അതുപോലെ തന്നെ സിങ്കോണിയം, പൈപ്പർ ഓർണാഡം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫോണ് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എഗ്ലോണിമ പ്ലാന്റ്സ് അങ്ങനെ കളക്ട് ചെയ്യണമെന്ന് താല്പര്യമില്ലാത്തതാണ്. വെറൈറ്റി പ്ലാന്റുകൾ കളക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോ വീഡിയോയാണ് ഈ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് കോംബോയിൽ വരുന്നത് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ ബ്ലാക്ക് കാർഡിനലാണ് കേട്ടോ. അപ്പോൾ അത് ജിഫിലൊന്നല്ല, ഇങ്ങനെ ജസ്റ്റ് ചകിരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ കണ്ടീഷൻ. കൃത്യമായിട്ട് കാണുക. പ്ലാന്റ് കണ്ടതിന് ശേഷം മാത്രം സൈസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് നമ്മൾ സ്ക്രീനിൽ എഴുതി പോകുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരു പ്ലാന്റ് നമ്മുടെ കോമ്പോയിൽ വരുന്നത് പൈപ്പർ ഓർണാണ്ടത്തിൻ്റെ പ്ലാന്റാണ്. നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. ഒരു ക്രീപ്പറായിട്ട് വളർത്താം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോട്ടിൽ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതുപോലെ സ്റ്റിക്കിലും കയറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസാണ് നമ്മുടെ പൈപ്പർ ഓർണാണ്ടം പ്ലാന്റിന് വരുന്നത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ജിഫയിൽ വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റാണ് പൈപ്പർ ഓർണാണ്ടം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ പൈപ്പർ ഓർണാണ്ടത്തിൻ്റെ റെഫറൻസ് പിക്ക്. നമുക്കിങ്ങനെ ഒരു കമ്പിയിലൊക്കെ ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് കാർഡിനലിൻ്റെ പ്ലാന്റാണ്. റെഡ് കാർഡിനലിൻ്റെ പ്ലാന്റ് ബ്ലാക്ക് കാർഡിനൽ പോലെയല്ല, ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് കേട്ടോ. ഇത് ബ്ലാക്ക് കാർഡിനലിൻ്റെ പ്ലാന്റ് പോലെ തന്നെ ഇങ്ങനെ മിൻസാടി അങ്ങനെ നമുക്കിങ്ങനെ ചകിരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇതിൽ നെറ്റ് പോട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിന് വേറെ ജിഫ്യോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കാനായിട്ട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതാണ് റെഡ് കാർഡിനലിൻ്റെ റെഫറൻസ് പിക്ക് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് അടിപൊളി അലോക്കേഷ്യ വെറൈറ്റിയാണ് കേട്ടോ. അലോക്കേഷ്യ ജാക്ലിൻ. ഇതാണ് അലോക്കേഷ്യ ജാക്ലിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല സൈസും അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ട് ഡെവലപ്പായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം അലോക്കേഷ്യയിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ പ്രത്യേകത പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോക്കേഷ്യ ജാക്ലിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ നമ്മുടെ കോംബോയിലാണെങ്കിലും ഏറ്റവും ഒരു റെയർ വെറൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അലോക്കേഷ്യ ജാക്ലിൻ ഒരുപാട് മാർക്കറ്റിൽ കോമൺ അല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ്. പ്രൈസ് ഞാൻ പറഞ്ഞു, സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകാത്തത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് സിങ്കോണിയം സ്ട്രോബെറി ഐസ് ആണ്. അപ്പോൾ നമുക്ക് വെരിഗേഷൻ വന്ന പ്ലാന്റ് കുറവാണ്. വെരിഗേഷൻ വന്ന പ്ലാന്റ് കാണുന്ന പ്ലാന്റ് അങ്ങനെ 1-2 പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കോണിയം വെറൈറ്റിയിൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു റയർ ആയിട്ടുള്ള വെറൈറ്റി, അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ വെരിഗേഷൻസ് കയറി വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ കോമ്പോയിൽ വരുന്ന അടുത്ത പ്ലാന്റ്. ഇതാണ് മെച്ചൂർഡ് ഫോം ഓഫ് സിങ്കോണിയം സ്ട്രോബെറി ഐസ്. അടുത്ത് വരുന്നത് നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ സീഡ്ലിങ്സ് ആണ് കേട്ടോ. ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള, അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ടൊക്കെ സെറ്റായിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് നമ്മുടെ അടുത്തൊരു പ്ലാന്റ് വരുന്നത് നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്കും മനസ്സിലാകും. കണ്ടോ, നന്നായിട്ട് റൂട്ടും സെറ്റായിട്ടുണ്ട്. അതുപോലെ നല്ലൊരു സൈസായിട്ടുള്ള പ്ലാന്റാണ്. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിലൊക്കെ തന്നെ നല്ലൊരു സൈസിലേക്ക് അല്ലെങ്കിൽ നല്ല ഷേപ്പിലേക്ക് കായി വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ സിങ്കോണിയം ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇതാണ് നമ്മളുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഞാൻ റാൻഡമായിട്ട് 2-3 പ്ലാന്റുകൾ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും സൈസ് നിങ്ങളൊന്ന് കണ്ടിരിക്കാനാണ്. കണ്ടോ, ഏകദേശം എല്ലാം ഒരേ സൈസിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ്. ബേർഡ് നെസ്റ്റ് ഫേൺ ആണെങ്കിലും വളർന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്രാൻഡിറ്റാനം, ഫിലോഡെൻഡ്രോൺ ബ്രാൻഡിറ്റാനം. ഇതൊരു ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. ഞാനിത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്
എന്താണ് സിൽവർ പോത്തോസ് ആണോ എന്ന്. സിൽവർ പോത്തോസ് അല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറാൻ വേണ്ടി പറയുന്നതാണ്. സിൽവർ പോത്തോസ് അല്ല, ഇതൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നമുക്കിതൊരു സ്റ്റിക്കിൽ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ ഷേപ്പ് ചെയ്ത് നിർത്താനൊക്കെ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് മെച്ചൂർഡ് ഫോം ആകുമ്പോൾ ലീഫ് കാണാനായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ബ്രാൻഡിറ്റാന വരുന്നത്. അടുത്തത് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് റിംഗ് ഓഫ് ഫയർ ഗോൾഡ്. റിംഗ് ഓഫ് ഫയർ ഗോൾഡിൻ്റെ ജിഫി ബാഗിൽ പിടിപ്പിച്ചിട്ടുള്ള നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്നതാണ് സൈസ് വരുന്നത് കേട്ടോ. ഇത്രയും നല്ലതായിട്ട് റൂട്ട് സെറ്റായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് റിംഗ് ഓഫ് ഫയർ ഗോൾഡിന് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ ലീഫിൻ്റെയൊക്കെ അരികിൽ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഈ പ്ലാന്റിന് ഫോം ചെയ്യും. അത് വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇത് സീഡ്ലിംഗ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ആ ഒരു ഇത് വന്നിട്ടില്ല. 2-3 ലീഫും കൂടിയൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ആ ഒരു ഫ്രില്ല് പോലുള്ള ഭാഗം ഇനി ഈ ലീഫുകൾക്ക് ഫോം ചെയ്ത് തുടങ്ങുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് റിംഗ് ഓഫ് ഫയർ ഗോൾഡിൻ്റെ റെഫറൻസ് പിക്ക് വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ഓഫ് ഫയർ വേരിയേറ്റഡ് ആണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ റെയർ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങുന്നത് 3000 റുപ്പീസിനാണ്. ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് വാങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിന് നന്നായിട്ട് റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള സൈസിലുള്ള പ്ലാന്റൊക്കെ നമുക്കൊരു 400-600 കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ കേട്ടോ. അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളുടെ കോംബോയിലാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലാന്റ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിംഗ് ഓഫ് ഫയറിൻ്റെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനൊക്കെ ആ ഒരു ഫ്രില്ലൊക്കെ ജസ്റ്റ് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് റെഫറൻസ് പിക്ക് വരുന്നത്. അടുത്തത് വരുന്നത് ഫിലോഡെൻഡ്രോൺ ബെർക്കിനാണ് കേട്ടോ. ബെർക്കിൻ പ്ലാന്റിന് ഒത്തിരി ആരാധകരുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഫിലോഡെൻഡ്രോൺ ബെർക്കിൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകത തന്നെയാണ്. നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് സ്ട്രൈപ്സ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് ഒത്തിരി ആരാധകരുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പണ്ട് മുതലേ ഈ ഒരു പ്ലാന്റിന് നല്ല റേറ്റ് ഉള്ളപ്പോഴും ഒരുപാട് ആളുകൾ വാങ്ങും. ഇപ്പോഴും ആളുകൾ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. ഒട്ടുമിക്ക പ്ലാന്റുകളും 2 ഷൂട്ട് 3 ഷൂട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് റെഫറൻസ് പിക്ക് വരുന്നത്. അടുത്തത് വരുന്നത് ഫിലോഡെൻഡ്രോൺ മെലാനോക്രിസം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഫിലോഡെൻഡ്രോൺ ഓക്സികാർഡിയം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് ഉണ്ട്. നമുക്ക് ഈ ചെറിയ സീഡ്ലിങ് കാണുമ്പോൾ അതാണോ എന്ന് നിങ്ങൾ സംശയിക്കും. പക്ഷേ എങ്കിൽ ഇതങ്ങനെയല്ല. ഇത് ഫിലോഡെൻഡ്രോൺ മെലാനോക്രിസമാണ്. ലീഫിനൊരു നല്ല വെൽവെറ്റി ടെക്സ്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ലെങ്ത്തിൽ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് 11 പ്ലാന്റുകളാണ് നമുക്ക് നമ്മളുടെ കോംബോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 11 പ്ലാന്റുകളുടെയും കൂടിയിട്ട് കോംബോ പ്രൈസ് വരുന്നത് 1000 ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ. 1000 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് ഈ കോംബോ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോ നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൂടി നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു for watching.